എല്ലാ സ്ഥലത്തും ഹോർഡിംഗാണ്. 5 ലക്ഷം വീടുകൾ നൽകി 10 കൊല്ലം കൊണ്ട് എല്ലാ ലൈഫിൽ. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന 6 ഭവന പദ്ധതികളെ ഏകോപിപ്പിച്ചുകൊണ്ടിട്ടാണ് ഈ 5 ലക്ഷം വീട് 10 കൊല്ലം കൊണ്ട് ചെയ്തത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് അറിയോ, ഈ 6 പദ്ധതികളിലും കൂടി പണിത വീടിൻ്റെ എണ്ണം 5 കൊല്ലം കൊണ്ട് പണിത വീടിൻ്റെ എണ്ണം 4,43,000. ഇവർ 10 കൊല്ലം കൊണ്ട് പണിത് 5 ലക്ഷം. ആ 5 ലക്ഷത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ച് ഇവർ പൂർത്തിയാക്കിയ വീടും കൂടിയുണ്ട്. അപ്പോൾ സത്യത്തിൽ എന്താ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്നും 4.5 ലക്ഷം, ഇവരുടെ കാലത്ത് 4.5 ലക്ഷം. ഇവർ 10 കൊല്ലം കൊണ്ട് 4.5 ലക്ഷം വീടുണ്ടാക്കി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4 ലക്ഷം വീടുണ്ട്. ഇത് രാഷ്ട്രീയമല്ല, ഇത് അസംബ്ലിയിലും മന്ത്രിമാർ തന്ന മറുപടിയാണ്. ഞങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം വിവിധ മന്ത്രിമാരോടൊക്കെ ചോദിച്ച് റിപ്പോർട്ട് വാങ്ങിച്ച് ഞങ്ങൾ കൂട്ടിയെടുത്താണ് കണക്ക്. സത്യം പറഞ്ഞാൽ ആ ഗവൺമെൻറ്റിലുണ്ടായിരുന്ന മന്ത്രിമാർക്ക് പോലും അറിയില്ലായിരുന്നു അവരുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4,43,000 വീടുണ്ടാക്കിയെന്ന്. അപ്പോൾ എന്തൊരു കള്ളപ്രചരണമാണ് നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ധവളപത്രം ഇറക്കും, ഉറപ്പായിട്ട് ഇറക്കും. അല്ല, ധവളപത്രം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടല്ലേ, അതിനു മുമ്പുള്ള ഞങ്ങളുടെ ക്യാമ്പയിനിൽ ഞങ്ങൾ ഇത് മുഴുവൻ പറയും, ഇതെല്ലാം പറയും. ഈ കിഫ്ബി കണക്ക് പുറത്തുവിടും. കിഫ്ബി കണക്ക് നമ്മൾ പുറത്തുവിടും. കിഫ്ബി കണക്ക് ഞങ്ങൾ നിയമസഭയിൽ തന്നെ ഉത്തരം കിട്ടിയിട്ടുള്ള കണക്കാണിത്. വെറുതെ കണക്കല്ല, ഞാനുണ്ടാക്കിയ കണക്കല്ല. 38,600 ചില്ലാൻ കോടിയാണ് ചെലവാക്കിയിരിക്കുന്നത്. അനുവദിച്ചതാണ്. ഇനി നടക്കാൻ പോകുന്ന പദ്ധതികളുടെ പൈസ ചെലവഴിച്ചിരിക്കുന്നത് അതല്ല, അത് ചെലവഴിച്ചത് 38,000 കോടി. ഇനി നടക്കാൻ പോകുന്ന പദ്ധതികളുടെ കണക്കാണ് ഈ 1,10,000 കോടി രൂപ ചെലവാക്കിയത്. എന്തിന്റെ അടിസ്ഥാനത്തിലെ ചെലവാക്കിയ പൈസ അല്ലേ പറയേണ്ടത്, ചെലവാക്കിയ പദ്ധതികളല്ലേ പറയേണ്ടത്. അങ്ങനെയല്ല പ്രചരണം. പിന്നെ 10 വർഷം അന്നം മുടക്കിയില്ല എന്ന് വെച്ചാൽ ഇതിനു മുമ്പ് റേഷൻ കൃത്യമായി കിട്ടിയെന്ന് ഒരു പ്രചരണമാണ്. അതിൻ്റെ അർത്ഥം ഇതിനു മുമ്പ് അച്യുതാനന്ദൻ ഭരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴും ഇവിടെ റേഷൻ കടയിൽ അന്നം മുട്ടിയിട്ടുണ്ടോ? ഇത് ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സംവിധാനം കോൺഗ്രസ് കേന്ദ്രത്തിൽ ഇരിക്കുമ്പോൾ കൊണ്ടുവന്ന പദ്ധതിയാണ് കേരളത്തിൽ. സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, പൊതുവിതരണ സമ്പ്രദായമുള്ള സംസ്ഥാനമാണ് കേരളം. ഏത് മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് കേരളത്തിൽ അന്നം മുട്ടിയത്? ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ്? ആ സിസ്റ്റം നിലവിലിരിക്കുകയാണ്, റേഷൻ സമ്പ്രദായം. പിന്നീട് നമ്മൾ വേറെ ഒരു പൊതുവിതരണ സമ്പ്രദായം കേന്ദ്രത്തിൽ വേറെ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായി. അപ്പോഴും ഇവിടെ അന്നം മുട്ടിയിട്ടില്ലല്ലോ. ഏറ്റവും വലിയ പ്രചരണമാണ് 10 കൊല്ലം റേഷൻ മുടങ്ങിയില്ലെന്ന്. ഇതെല്ലാം ഒരു ഫാക്ട് ചെക്ക് കൊണ്ടുവരും, ഉറപ്പായിട്ട് ഫാക്ട് ചെക്ക് കൊണ്ടുവരും. നിങ്ങൾ നോക്കിക്കോ, ഓരോന്നും ഇവരുടെ പ്രചരണത്തിൻ്റെ ഇത് പൊളിക്കാൻ എന്ത് ഈസിയാണെന്ന് അറിയാമോ? അതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ. ഈ കള്ളത്തരം കൂടി ഞങ്ങൾ ഈ ക്യാമ്പയിൻ്റെ അകത്ത് ഞങ്ങൾ പൊളിച്ച് അടുക്കി കൊടുക്കും.